പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെർഗബി. ഞാൻ ആഷിഖ് ജോയ്. ഇനി കുറച്ച് ദിവസങ്ങൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ 22-ാമത്തെ ചാപ്റ്റർ വരെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും യേശുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് പ്രകൃതിയിൽ സംഭവിക്കാനിരിക്കുന്നത്. എന്നാൽ 23-ാമത്തെ ചാപ്റ്റർ മുതൽ അല്ലെങ്കിൽ 24-ാമത്തെ ചാപ്റ്റർ മുതൽ സഭയിൽ സംഭവിക്കാനിരിക്കുന്ന വളരെ ഗുരുതരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇതിപ്പം പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ എറണാകുളം അങ്കമാലി, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. എറണാകുളം അങ്കമാലിയിൽ നടന്നിട്ടുള്ള കുർബാന തർക്കങ്ങളൊക്കെ ഒത്തിരി പേർക്ക് ഉതപ്പിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷെ നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് സ്വർഗം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതറിയാത്ത ആളുകൾ ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ ഈശോയുടെ രണ്ടാം വരവ് ആനന്ദം നൽകേണ്ട കാര്യങ്ങളാണെങ്കിലും ആ രണ്ടാം വരവിനോടനുബന്ധിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ദുരിതങ്ങൾ നിറഞ്ഞതാണ് എന്ന് തിരുവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകുന്ന കുട്ടിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സന്ദേശങ്ങൾ കേട്ട് നമുക്ക് ഭയമാണ് തോന്നുന്നതെങ്കിൽ നമ്മളാണ് മാറേണ്ടത്. ഈ സന്ദേശത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ആത്മാവ് ഇപ്പോഴും സേഫ് അല്ല എന്നുള്ളത് കൊണ്ടാണ് സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം വരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentatione, se libera nos a malo. ആമേൻ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് 22-ാമത്തെ ചാപ്റ്ററാണ്. അപ്പം 3 മഹാവിനാശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുക, പിശാച് നിങ്ങളെ വെറുക്കുന്നു, എന്നിട്ടും നിങ്ങൾ അവനെ അനുഗമിക്കുന്നു. മറുവശത്ത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ ഒന്നാമത് ഭൂമിയിൽ വന്നപ്പോൾ ആ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഉദരം ഏറ്റവും പരിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധയല്ല ദൈവം തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കും എന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയല്ല ദൈവം തിരഞ്ഞെടുത്തത്. പാപമേ ഇല്ലാത്ത ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചു, പരിശുദ്ധ കന്യകാമറിയം. കാരണം പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ പാപം ലവലേശമില്ലാത്ത ഒരു ഉദരം ആവശ്യമാണ്. സോ ഒരു വിശുദ്ധയല്ല. വിശുദ്ധരെന്ന് പറഞ്ഞാൽ പാപത്തിൽ ജനിച്ച് പിന്നീട് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ പാപമേ ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുപോലെ ഇവിടെ ഈശോ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയെ ദൈവം പ്യൂരിഫൈ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലൂടെയും, പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ. അതിൽ പലതും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, ദൈവം രണ്ടാമത് ഭൂമിയിൽ ചവിട്ടുമ്പോൾ, ഭൂമിയിൽ വരുമ്പോൾ, വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ ഈ ഭൂമി പ്യൂരിഫൈഡ് ആയിരിക്കണം, അശുദ്ധമായതാകരുത്. അങ്ങനെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളൊരു ഭൂമിയിലാണ് തമ്പുരാൻ വരുന്നത്. ആ ഭൂമിയിലെ മനുഷ്യർ ദൈവം പറയുന്നത് കേട്ടിട്ട് സ്വയം മാറാത്തതിനാൽ അവരെ മാറാൻ വേണ്ടി ദൈവം ഇങ്ങനെയുള്ള പ്യൂരിഫിക്കേഷനിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. ആ പ്യൂരിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ കരുണയുടെ അവസാന മണിക്കൂറിൻ്റെ 21 പേജുകളിൽ 21 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. തുടർന്നുള്ള അധ്യായങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തനിയെ പുനരുദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകം ചീഞ്ഞു കഴിഞ്ഞു. ലാഭേച്ഛ എല്ലാറ്റിനെയും തകിടം മറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാത്തത്? അത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥ സ്നേഹം അഥവാ ഈഗോ കൊണ്ടും ലോകസുഖങ്ങളോടുള്ള താല്പര്യം കൊണ്ടുമാണ്. പിശാചിൻ്റെ ദൂതൻ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വളർത്തിയെടുക്കുന്ന 3 മഹാവിനാശങ്ങൾ ആണിവ. എൻ്റെ ഏറ്റവും വിശ്വസ്തരായ മക്കളെ പോലും ആക്രമിക്കുന്ന പ്രലോഭനങ്ങൾ ആണവ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയെ ഉപേക്ഷിക്കാനൊരുങ്ങാനും അന്തിമമായി എൻ്റെ രാജ്യം കണ്ടെത്താനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ ആ ദൈവ സ്നേഹം എത്രയധികമായി അന്വേഷിക്കുകയും സ്വീകരിക്കുകയും
ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുവോ അത്രയധികമായി നിങ്ങൾ സ്വർഗത്തിൽ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും. അതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അനേകർ ഈ വരാനിരിക്കുന്ന സമയത്ത് ഭൂമിയെ വിട്ടുപോകേണ്ടി വരും. എന്നാൽ അതിനെ ഒരിക്കലും ദൗർഭാഗ്യമായി കാണരുത്, പിന്നെയോ അതിനെ സന്തോഷത്തിൻ്റെ അവസരമായി കാണുക. നിങ്ങൾ ശരിക്കും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായും എൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമായിരിക്കും. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധ കത്തോലിക്ക സഭ വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അനിശ്ചിതത്വത്തിലും അസ്വസ്ഥതയിലും ആണ്. അവൾ എന്നേക്കും നിലനിൽക്കുമെന്നത് സത്യം തന്നെ. എന്നാൽ അതിനിടയിൽ അവൾ അനേകം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എന്നാൽ സഭ ദൈവികമാണ്. ദൈവം സ്ഥാപിച്ചതിനെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ലല്ലോ. എൻ്റെയോ ദൈവത്തിൻ്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായി എന്നിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തനായിരിക്കുന്നത് പോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തനാണ്. അലർന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താന് വാക്കുകൾ ആവശ്യമില്ല. എൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നത് പോലെ തന്നെ അവൻ്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലെ സ്നേഹമാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡമോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിന് ശേഷം അവൻ എൻ്റെ സഭയെ ലക്ഷ്യം വെക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്നതിൽ വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയാണ്. സുഖത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അറിവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വയം ദൈവമാകാം എന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തിയാൽ ദഹിക്കുന്ന മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്തിൽ തന്നെ ശിക്ഷാവിധിക്ക് അടിപ്പെട്ട് ജഡത്തിൻ്റെ രോഗവും ആത്മാവിൻ്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിന് വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകൻ്റെ കൈകളിൽ തന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നു.